Thank you, Lord. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. എല്ലാ കണ്ണുകളും അടച്ചാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ പകൽ അതിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകലിലും ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. ഞാൻ നിങ്ങളുമായിരുന്ന ഭവനത്തിൽ ഇരുന്നു കൊണ്ട് സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, ആമേൻ, പൂർണ്ണ മനസ്സോടെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നെങ്കിൽ, ഹല്ലേലൂയ, ഈ രാത്രിയിൽ വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവം നമ്മെ സഹായിച്ചതോർത്ത്, ദൈവം നമ്മെ ബലപ്പെടുത്തിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രഭാതങ്ങളുടെ എത്രയോ പ്രിയപ്പെട്ടവര് ഈ സന്ധ്യയുടെ യാമം കാണുവാൻ കഴിയാതെ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുമ്പോൾ, ആമേൻ, ഇന്ന് രാത്രിയിലും സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചെങ്കിൽ, ബലപ്പെടുത്തിയെങ്കിൽ, അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അത് വെയിലാറിയപ്പോൾ ഏദൻ പൂങ്കാവനത്തിലേക്ക്, ആമേൻ, തന്റെ മക്കളെ സന്ദർശിക്കുവാൻ വന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പാപം ചെയ്ത് അതേ വൃക്ഷത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ആദിമ മനുഷ്യരെ പോലെ ഇന്ന് സന്ധിയിലും പലരും മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട്, ആമേൻ, സ്വന്തം ഭവനത്തിൽ പ്രിയപ്പെട്ടവരോടായിരിക്കാൻ കഴിയാതെ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പാപത്തിന്റെ ചെളിക്കകത്ത് വീണ്, ആമേൻ, ഇരുളിന്റെ മറവിൽ അതേ വീണ്, ആമേൻ, തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് രാത്രിയിലും സ്വർഗം നമുക്കൊരുക്കിയ ഭാഗ്യകരമായ അനുഭവത്തെ സന്തോഷമായി കാണുന്നവർ അതരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവരുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും അങ്ങയുടെ സന്നിധിയിലേക്ക്, ആമേൻ, അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി നന്ദി പറയുന്നു. കുടുംബമായി, അതേ കുഞ്ഞുങ്ങളുമായി, പ്രിയപ്പെട്ടവളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവേ, ഇന്ന് രാത്രി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ശുശ്രൂഷിപ്പാൻ, വചനം ശ്രമിപ്പാൻ കർത്താവ് കൃപ നൽകിയ ഇന്ന് രാത്രി ആരെങ്കിലും ഞങ്ങളോടൊപ്പം ഈ ലൈവിലൂടെ തങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവവചനം ശ്രമിക്കുന്നെങ്കിൽ, ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ആ വചനത്തിന്റെ ശക്തി അത് ഒരിക്കൽ കൂടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സ്വർഗമിടയാക്കണമേ. ഇന്ന് രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഒരു പാപിയെങ്കിലും മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിപ്പാൻ, നീതിമാൻ തന്നെ തന്നെ കർത്താവേ ഗണത്തിലേക്ക് ദൈവത്തോട് അടുക്കുവാൻ കൊണ്ടമിടയാകുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിക്കുമ്പോൾ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി അതേ വിദൂരയിൽ ആയിരിക്കുന്ന ലോകരാജ്യങ്ങൾക്കപ്പുറമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ ആ ദൈവശക്തി പകർന്ന്, ആമേൻ, ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക സൗഖ്യവും പ്രാപിപ്പാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ കൃപ നൽകിയാട്ടെ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ അവരുടെ ഇരു കരങ്ങളും ഉയർത്തി അതേ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഭവനത്തിനകത്ത്, ആമേൻ, അനർത്ഥങ്ങൾ കൂടാതെ, ആപത്തുകൾ കൂടാതെ, ആമേൻ, കോഴിതൻ ചിറകിന്റെ കീഴിൽ അതേ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, ആമേൻ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും, ആമേൻ, ദൈവം നമ്മെ സൂക്ഷിച്ചെങ്കിൽ, ദൈവം നമ്മെ മറച്ചെങ്കിൽ, ദൈവം നമ്മെ കൈപിടിച്ചുയർത്തിയെങ്കിൽ ആ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഞാനും നിങ്ങൾ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവശക്തരായ കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ആമേൻ ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടി ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ദൈവം നൽകിയ വചനം എത്രയും വേഗത്തിൽ അത് ശുശ്രൂഷിച്ചിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ അത് ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായും ദൈവത്തിന്റെ
പ്രവൃത്തി അതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ രാജ്യത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ പറഞ്ഞ് കരമടിച്ച് ഇന്ന് രാത്രി എത്ര പേർക്ക് അത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കുക. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേയും സ്നേഹത്തേക്കാൾ, ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ, അമ്മയേയും സ്നേഹത്തേക്കാൾ, ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, നിത്യരക്ഷയാൽ എന്നെ സ്നേഹിച്ചു, നിത്യരക്ഷയാൽ എന്നെ സ്നേഹിച്ചു, ഏകരക്ഷകേശുവിനാൻ, ലോകരക്ഷകേശുവിനാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, എന്നെ നൽകുന്നു പൂർണ്ണമായി, ബോധമോടിതാ പൂർണ്ണമായി, എന്നെ നൽകുന്നു പൂർണ്ണമായി, ബോധമോടിതാ പൂർണ്ണമായി, നിത്യനാടത്തിൽ എന്നെ ചേർക്കുവാൻ, നിത്യനാടത്തിൽ എന്നെ ചേർക്കുവാൻ, മേഘത്തേരതിൽ വന്നിടുമേ, യേശുരാജനായി വന്നിടുമേ, മേഘത്തേരതിൽ വന്നിടുമേ, യേശുരാജനായി വന്നിടുമേ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, സ്വർഗ്ഗനാഥനീയേശുവിനെ, സത്യദൈവമാം യേശുവിനെ, സ്വർഗ്ഗനാഥനീയേശുവിനെ, സത്യദൈവം യേശുവിനെ, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേയും സ്നേഹത്തേക്കാൾ, ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ, അമ്മയേയും സ്നേഹത്തേക്കാൾ, ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങ് ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. Praise the Lord. Hallelujah. Hallelujah.
നിത്യമായ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ആമേൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കൊണ്ട് ആമേൻ നാം ആയിരിക്കുന്ന ഭവനത്തിൽ, നാം ആയിരിക്കുന്ന രാജ്യത്തിൽ, നാം ആയിരിക്കുന്ന ദേശത്തിൽ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ ഒരു ചോദ്യത്തോടു കൂടെയാണ് ആമേൻ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അവനെ എത്ര ആഴമായി സ്നേഹിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അതെ, ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ അവനെ എത്ര ആഴമായി സ്നേഹിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിട്ട് നിന്നും ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ പ്രഭാഷകനായി ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ആമേൻ ലോകം മുഴുവൻ ദൈവത്തിന്റെ വചനം എത്തിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് ഒരിക്കൽ കൂടെ സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം അല്പസമയം ദൈവവചനം കേൾവിക്കായി ക്ഷണിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാക്യം രൂത്ത് പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യമാണ്. ആമേൻ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ അവനെ എത്ര ആഴമായി സ്നേഹിക്കുന്നു? ഹല്ലേലൂയ. അതിന് രൂത്ത് നിന്നെ വിട്ടു പിരിവാൻ, നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാൻ എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ആമേൻ ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായി പോകുന്നത്. ഹല്ലേലൂയ. ഇതുവരെ രൂത്തിന്റെ പുസ്തകം വായിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ, ആമേൻ, രൂത്തിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ, ആമേൻ, സത്യവേദ പുസ്തകത്തിനകത്ത് ഒരു സ്ത്രീയുടെ പേരിൽ അതെ കാണുന്ന പുസ്തകമാണ് രൂത്ത് എന്ന് പറയുന്ന പുസ്തകം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച്, ആമേൻ, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് അകന്നുപോയ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന സന്ദേശം, ആമേൻ, അതെ, ആ ക്രിസ്തുവിന്റെ സ്നേഹം, ഹല്ലേലൂയ, ആ കരുതല്, ആമേൻ, ഒക്കെ ആ പുസ്തകത്തിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. രൂത്ത് എന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ, ആമേൻ, തന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളും തന്റെ ജീവിതത്തിലെ വേദനകളും ഒക്കെ പരിഹരിക്കുന്ന ഒരു ദൈവത്തെ അവൾ തിരിച്ചറിയുക. ഇന്ന് രാത്രി കഷ്ടതയുടെയും വേദനയുടെയും പ്രതികൂലത്തിന്റെയും നടുവിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ വചനം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഈ ലൈവിൽ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്നലകളെ നിങ്ങളുടെ കഷ്ടതകളെ വേദനകളെ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി അതേ സ്വർഗം ഇറങ്ങി വന്ന് നിങ്ങളെ വീണ്ടെടുത്ത് ആ നിത്യമായ സമാധാനത്തിലേക്ക്, നിത്യമായ സ്വസ്ഥതയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ ശക്തിയുള്ളവനായി വചനം കേൾക്കുന്ന നിങ്ങളുടെ തന്റെ ആത്മാവിനെ പകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ രൂത്ത് ആമേൻ സംസാരിക്കുകയാണ്, നിന്നെ വിട്ടുപിരിവാൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അല്പം ആമേൻ വേദഭാഗങ്ങൾ പുറകോട്ട് പോയി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1, 2, 3, 4, 5 ആമേൻ വാക്യങ്ങൾ ഒന്ന് വായിക്കുവാനായിട്ട് ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. ആമേൻ. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി.
ഹല്ലേലൂയ. നാം വായിച്ച കുറുവാക്യത്തിലേക്ക് അത് കടന്നു വരും. ആമേൻ. അതിന്റെ മുമ്പിലുള്ള ചില ചരിത്രങ്ങൾ ദൈവവചനത്തിന്റെ താളുകളിലൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി രൂത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ എന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. രൂത്ത് ആമേൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, നിന്നെ വിട്ടുപിരിവാനും ഹല്ലേലൂയ നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് എന്ത് ചെയ്യരുത്, പറയരുത്. ആമേൻ. ഈ കാലഘട്ടത്തിലെ തലമുറകൾ മാതൃകയാക്കേണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമയായി രൂത്ത് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നത് ആമേൻ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ അവൾക്ക് കിട്ടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്കും പരമപ്രധാനമായി വേണ്ടത് ആമേൻ യഥാർത്ഥമായ ദൈവ ഭയവും ആമേൻ ദൈവം ആരെന്നും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നോക്കണമേ, രൂത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ആമേൻ സാക്ഷാൽ ജീവിക്കുന്ന ദൈവത്തെ അവൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവളുടെ ജീവിത സാഹചര്യമാണ് അവളെ ആ നിലയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പലപ്പോഴും പറയാറുണ്ട്, സാഹചര്യമാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതെന്ന്. ഹല്ലേലൂയ. അതെ, ആമേൻ ബന്ധങ്ങളാണ് ആമേൻ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്നതെന്ന്. എന്നാൽ മോവാബ് ദേശത്തിലേക്ക് ആമേൻ ഒരു കുടുംബം അത് പരദേശിയായി കടന്നു പോകുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. അത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് എന്ത് ചെയ്തു, ക്ഷാമമുണ്ടായി. ഇന്നും നമ്മളായിരിക്കുന്ന രാജ്യത്ത് ആമേൻ വിവിധ ക്ഷാമങ്ങൾ ആമേൻ അത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ പല രാജ്യങ്ങളിലും പല ക്ഷാമങ്ങളാണ്. ഹല്ലേലൂയ. മഹാമാരി നിമിത്തം പല രാജ്യങ്ങളും വളരെ ആമേൻ ക്ഷാമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പല ഭവനങ്ങളും പല വ്യക്തികളും ആമേൻ ക്ഷാമം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ നമ്മുടെ ആമേൻ രാജ്യത്തിലെ മിക്ക കുടുംബങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക വ്യക്തികളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടം ആമേൻ BC കാലയളവിൽ ജീവിച്ചിരുന്ന നവോമിയും തന്റെ കുടുംബവും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ആമേൻ. ആ കാലത്ത് ലോകത്തിന്റെ സിസ്റ്റം ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദിയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയെയും 2 പുത്രന്മാരെയും ആമേൻ മോവാബ് ദേശത്തേക്ക് എന്ത് ചെയ്യാണ്, പരദേശിയായി പാർക്കുവാൻ പോകുകയാണ്. അവൻ സ്വന്തം രാജ്യത്തിൽ നിലനിൽപ്പില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ജോലിയില്ലാതെ വരുമ്പോൾ, അവൻ ജോലി തേടി അക്കരയ്ക്ക് പോകുന്നവരുണ്ട്, ജോലി തേടി മറ്റു ജില്ലകളിലേക്ക് പോകുന്നുണ്ട്, മറ്റു ഗ്രാമങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവൻ സ്വാഭാവികമായി അത് സംഭവിക്കാം. ഇവിടെയും അങ്ങനെ സംഭവിക്കുകയാണ്. എന്നാൽ ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവർ പാർത്തിരുന്ന ദേശം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമുള്ളടമാണ്. ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് അവർ പുറപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. അവർ പോകുന്ന ദേശത്തെ കുറിച്ച് അവിടെ കാണുന്നു, മോവാബ് ദേശത്തിലേക്ക്. ഹല്ലേലൂയ. അവൻ എലിമേലെക്കെന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്കും മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രൈത്ത് ആയിരുന്നു. ആമേൻ. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. ഒരു ഐഡന്റിറ്റി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എലിമേലേക്ക് ആരായിരുന്നുവെന്നും നവോമി ആരായിരുന്നെന്നും അവരുടെ കുടുംബത്തിൽ എത്ര മക്കളുണ്ടായിരുന്നെന്നും ആ മക്കളുടെ പേരും അവർ ആയിരുന്ന ദേശത്തെ കുറിച്ചും ഒക്കെ ഒരു ഐഡന്റിറ്റി നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലേക്ക് എന്ത് ചെയ്തു, മരിച്ചു. അവളും 2 പുത്രിമാരും ശേഷിച്ചു. എവിടെ വെച്ചാണ് എലിമേലേക്ക് മരിക്കുന്നത്? ക്ഷാമം വന്നപ്പോൾ ക്ഷാമത്തെ മറികടക്കുവാൻ അവർ പരദേശിയായി എത്തപ്പെട്ട ആ മോവാബിൽ വെച്ചാണ് തന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ അവളൊരു വിധവയായി. അതെ, 2 മക്കളുമായി അവൾ ജീവിച്ചു വരവേ, അടുത്ത വാക്യം, 2 മരുമക്കളെ, അതെ പ്രായപൂർത്തിയായ ആ മക്കളും അമ്മയുമായി ജീവിച്ചു വരവേ, മക്കൾ പ്രായപൂർത്തിയായവരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ചെന്ന് പാർക്കുന്ന അന്യദേശത്ത് നിന്ന് 2 പെൺകുട്ടികളെ മരുമക്കളായി എടുക്കുകയാണ്. ഹല്ലേലൂയ. അവർ മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു.
വിളിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. അതെ, ഭർത്താവ് നഷ്ടപ്പെട്ടെങ്കിലും ആമേൻ അവൾ ചെന്ന് എത്തിയ ദേശത്ത് നിന്ന് 2 മരുമക്കളെ അവൾ സെലക്ട് ചെയ്തെടുത്തു. ആമേൻ. ഒരുത്തിക്ക് ആമേൻ ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേര്. ഹല്ലേലൂയ. നോക്കണമേ, രൂത്ത് ഏത് ദേശക്കാരിയായിരുന്നു? ആമേൻ. ആമേൻ ഏത് വംശക്കാരിയായിരുന്നു എന്നൊരു ഐഡന്റിറ്റി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആമേൻ. അതെ, രൂത്ത് മോവാബ് ദേശക്കാരിയാണ്. ഹല്ലേലൂയ. അപ്പൊ മോവാബിനെ കുറിച്ച് നമ്മൾ അല്പമായിട്ട് തിരുവചനത്തിന്റെ താളുകളിലൂടെ അത് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാമേ അബ്രഹാമേ എന്നുള്ള ശബ്ദം കേട്ട് ആമേൻ ഇറങ്ങിയ ഒരു മനുഷ്യനാണ് അബ്രഹാം. ആരാണ് അവനെ വിളിച്ചത്? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി ചുവട് വെച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ദൈവ പൈതൽ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. പരാജയപ്പെടുത്തുവാൻ, അതെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് നിനക്കെതിരെ കയറി വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് മുന്നോട്ട് പോകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. മക്കളില്ലാതെ ഭാരപ്പെട്ടിരുന്ന അബ്രഹാമും തന്റെ ഭാര്യയും ആമേൻ പിതാക്കന്മാരുടെ കൂടെ ആയിരുന്ന സമയത്ത് ആമേൻ സഹോദരൻ നഷ്ടപ്പെട്ടപ്പോൾ സഹോദരന്റെ മകൻ, അതേ കൊച്ചുമകനുമായി, അതേ സഹോദരന്റെ മകൻ ലോത്തുമായി അതേ മുമ്പോട്ട് വരവേ ആമേൻ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഇന്ന് രാത്രിയിലും കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ഒക്കെ സഹിച്ച് മുമ്പോട്ട് പോകുന്ന ജീവിത യാത്രയിൽ എവിടെയോ വെച്ച് ദൈവശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ പരാജയപ്പെട്ടു പോകുക ദൈവം അനുവദിക്കത്തില്ല. നീ പരാജയപ്പെടുക ദൈവം ആഗ്രഹിക്കുന്നില്ല. ചില പ്രത്യക്ഷതകൾ ദൈവം നിനക്ക് നൽകി വചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, ആ വാഗ്ദത്തത്തിന്റെ അതേ പൂർത്തീകരണത്തിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുക. നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കടമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. തലമുറകളില്ലാതെ ഭാരത്തോടായിരിക്കുന്ന അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം കടൽക്കരയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ എണ്ണി തീർത്തോ, അതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരും. ആകാശത്തിലേക്ക് നോക്കിയിട്ട് എണ്ണാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ വാഗ്ദത്തം ഉറപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്ന അബ്രഹാമിന്റെ കൂടെ ആയിരിക്കുന്ന സഹോദര പുത്രനായ ലോത്തിനെ കുറിച്ച് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം ദൈവശബ്ദം കേട്ടവനാ, എന്നാൽ കൂടെ ആയിരിക്കുന്ന ലോത്തിനൊരു കുഴപ്പമുണ്ട്, എപ്പോഴും വഴക്കുണ്ടാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവശബ്ദം കേട്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവത്തിന്റെ ആമേൻ അഭിഷക്തന്മാരെ, ആമേൻ സഹോദര സഹോദരി, മാതാവേ, കുഞ്ഞ്, നീ പ്രാർത്ഥിച്ച് ഉപവസിച്ച് വാഗ്ദത്തം പ്രാപിക്കുവാൻ ചുവട് വെക്കുമ്പോൾ നിന്നോട് വഴക്കിടുന്ന, നിന്നോട് പ്രശ്നമുണ്ടാക്കുന്ന, നിന്നോട് വെള്ളം വെക്കുന്ന അതേ വ്യക്തികൾ കൂടെ ഉണ്ടായേക്കാം. ആമേൻ. അവർ നിമിത്തം നിന്റെ ചുറ്റുപാടും ഉള്ളവർക്ക് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായേക്കാം. നോക്കിക്കേ, ലോത്ത് എന്ന് പറയുന്ന കഥാപാത്രം അതെ തന്റെ സഹോദരന്റെ മകനാ. ആമേൻ. ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാമിന്റെ ആമേൻ കൂടെയുള്ള ആ സഹോദരൻ മകൻ ആമേൻ തന്നോട് വഴക്കിടുന്നത് സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നും ഇന്നും ഇതുപോലെ അതേ പ്രശ്നമുണ്ടാക്കുന്നവർ കൂടെ ഉണ്ടെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നേ. എന്നാൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് അതിൽ ജീവിക്കുവാൻ അബ്രഹാമിന് ദൈവം അനുവദിച്ചില്ല. അവരുടെ ജീവിത യാത്രയിൽ ആമേൻ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ, ദേശത്തിന് അവരെ സഹിക്കാനോ വഹിക്കാനോ പറ്റാതായപ്പോൾ ആമേൻ ലോത്ത് ഒരു ദിവസം തീരുമാനമെടുത്തു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ പടിഞ്ഞാറോട്ടെങ്കിൽ ഞാൻ കിഴക്കോട്ട്, ഞാൻ കിഴക്കോട്ടെങ്കിൽ നീ പടിഞ്ഞാറോട്ട്. ആമേൻ. രണ്ടുപേരും തമ്മിൽ പിരിയുന്ന ഒരു ആമേൻ സാഹചര്യം സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി എന്ത് ചെയ്തിരിക്കുകയാണ്, രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതേ ഒരുമിച്ച് ആമേൻ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്നവരെ തമ്മിൽ അതേ പിരിപ്പിക്കുവാൻ നോക്കുന്ന ദുഷ്ട പിശാചിന്റെ പദ്ധതിയെ പൊളിക്കുവാൻ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കടമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇരുപക്ഷത്തെയും ആമേൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഒന്നിപ്പിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തിയുള്ളവർ, വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തവർ. അങ്ങനെ അബ്രഹാമിന്റെ കൂടെ തന്റെ സഹോദരന്റെ പുത്രനുമായി ജീവിച്ചു വരവേ അവർ തമ്മിൽ വഴക്കുണ്ടാക്കി. ആമേൻ. അബ്രഹാം തെരഞ്ഞെടുത്ത് നേരിട്ടമുള്ള ആമേൻ പച്ചപ്പുള്ള ദേശത്തേക്ക് അതേ ലോത്ത് പോകുകയാണ്. ഹല്ലേലൂയ. അവനെ ആരും തടയുന്നില്ല. ഇന്നും ആമേൻ ചില മക്കളുണ്ട് അപ്പനോട് വഴക്കിട്ട് അമ്മയോട് വഴക്കിട്ട് ആമേൻ ഇറങ്ങിപ്പോകുന്നവര്. നോക്കിക്കേ, ലോത്ത് അങ്ങനെ വഴക്കുണ്ടാക്കി. ആമേൻ അവനവന്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോയി. അവൻ വിവാഹം കഴിച്ചു, അവന് ഭാര്യയുണ്ടായി, അവന് മക്കളുണ്ടായി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 29, 30, 31 താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ ദയനീയപരമായ ഒരു അവസ്ഥയാണ് അവന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ചില നഷ്ടങ്ങൾ, ചില വേദനകൾ, ചില കഷ്ടതകൾ ചിലരുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് അത് സംഭവിക്കാതിരിക്കുവാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥിക്കുവാൻ ചിലരെ ദൈവം ആക്കി വെക്കും. ഹല്ലേലൂയ. നോക്കണമേ, അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു. എന്നാൽ അപ്പനില്ലാത്ത ദുഃഖം മനസ്സിലാക്കാതെ, അമ്മയില്ലാത്ത വിഷമം മനസ്സിലാക്കാതെ അബ്രഹാമിന്റെ ഭാര്യയും വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന ലോത്ത് ആമേൻ അതേ വലുതായി കഴിഞ്ഞപ്പോൾ വഴക്കൊണ്ടാക്കി ഇറങ്ങിപ്പോയി. ആ പോക്കിൽ ഭാര്യയെ കിട്ടി. ആമേൻ 2 പെൺമക്കളെ കിട്ടി. ഹല്ലേലൂയ. അപ്പനോട് വഴക്കിട്ട് പോയാലും അമ്മയോട് വഴക്കിട്ട് പോയാലും ആമേൻ ജീവിത പങ്കാളിയൊക്കെ കിട്ടും. പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടത്തില്ല, സ്വസ്ഥത അനുഭവിക്കാൻ ഒക്കത്തില്ല. ആമേൻ അതെ വളർത്തി വലുതാക്കിയവരെ വേദനിപ്പിച്ചിറങ്ങിപ്പോയവരുടെ ചരിത്രം ചിരഞ്ഞു നോക്കിക്കേ. അവർ കണ്ണുനീരും ദുഃഖവും പേറി ജീവിതത്തിൽ അതെ ജീവിത നൈരാശ്യം പേറി എവിടെയും എത്തപ്പെടാതെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, തലമുറകൾ നാശത്തിലേക്ക് വഴുതി വീഴത്തക്ക വിധത്തിൽ പിശാച് അവന്റെ പ്രവർത്തികൾ അവിടിവിടങ്ങളിൽ കുരുക്കി വലയ്ക്കകത്ത് തലമുറകളെ തള്ളിയിടുവാൻ നോക്കുമ്പോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ പോലെ നിലമ്പാട് വീട് കരയുന്ന ഹന്നയെ പോലെ കരയുന്ന അഭിഷക്തന്മാർ, ദൈവദാസന്മാർ എവിടെയുണ്ടോ അവരുടെ തലമുറകൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നോക്കണമേ, അബ്രഹാമിനോട് വഴക്കിട്ട് പോയ തലമുറ പോയ പോക്കിൽ കണ്ണുനീരും ദുഃഖവും അവൻ പാർത്ത പട്ടണം ദൈവത്തിന്റെ ന്യായവിധി വന്ന് നശിക്കുവാൻ പോകുകയാ. ആ വാർത്ത അബ്രഹാമിന്റെ ചെവിയിൽ എത്തിച്ചു. അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാ. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂല നാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂല നാശത്തിൽ നിന്നും വിടുവിച്ചു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, അഭിഷക്തനെ, സഹോദര, സഹോദരി, നിന്റെ പ്രാർത്ഥന നിമിത്ത ന്യായവിധിക്കകത്ത് നിന്ന് അനേകര് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രിയിൽ ഈ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാതാവേ, നിന്റെ കണ്ണുനീരിനെ മാനിച്ച് ആ വലിയ വിപത്തിൽ നിന്ന് പെടാതെ നിന്റെ തലമുറയെ വിടുവിപ്പാൻ ദൈവം ശക്തിയുള്ളവർ. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന് മറുപടിയാ ദൈവത്തിന്റെ പ്രവൃത്തിയെ അയക്കുവാൻ ദൈവം ശക്തനെന്ന് പറഞ്ഞ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ശ്രദ്ധിച്ചേ, അനന്തരം ലോത്ത് സോർ വിട്ടുപോയി. അവനും അവന്റെ 2 പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു. ഭാര്യ മിസ്സായി. രാവിലെ എഴുന്നേൽക്കുമ്പം അവൻ ചരമകോളത്തിനകത്തല്ല, അല്ലാത്ത കോളത്തിനകത്ത് ഭാര്യ മിസ്. പിന്നെ സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുന്നു അല്ലെ? അങ്ങനെ മിസ്സായതല്ല ലോത്തിന്റെ ഭാര്യ. ആ ന്യായവിധിക്കകത്ത് നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ട സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ അയച്ചു. എന്നാൽ ദൂത് കേട്ട ലോത്തിന്റെ ഭാര്യ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അബ്രഹാമുമായി വഴക്കിട്ടിറങ്ങിപ്പോയ ലോത്തിന്റെ ഭാര്യ വെട്ടിപ്പിടിച്ചത് നശിക്കുന്നത് തിരിഞ്ഞു നോക്കിയപ്പോൾ
ഉപ്പ് തൂണായി ഇന്നും ആമേൻ അനേകർക്ക് അതെ സാക്ഷിയായി ആമേൻ നിലനിൽക്കുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ന്യായവിധിക്കകത്ത് നിന്ന് നിന്നെയും നിന്റെ തലമുറയും കൂടപ്പുറപ്പിനെയും അതെ പുറത്തെടുക്കുവാൻ ദൈവം തന്റെ ദൂത് കേൾപ്പിക്കുമ്പോ ആ ദൂതിനെ മറുതലിച്ചാൽ ആമേൻ അതെ എന്റെയും നിങ്ങളുടെയും ജീവിതം അപ്രകാരമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് തന്റെ ദാസന്മാരിലൂടെ തന്റെ ദൂതുമായി നിന്നെ ഉണർത്തുമ്പോൾ ആമേൻ അതിനോട് മറുതലിക്കാതെ നീ പുറപ്പെടുവാൻ തയ്യാറായാൽ ആ ന്യായവിധിക്കകത്ത് അകപ്പെടാതെ നിത്യതയിലേക്ക് ചുവട് വെച്ച് അവിടെ എത്തുന്നത് വരെ നിന്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ അതിജീവിച്ചു മുമ്പോട്ട് പോകുക. നിനക്ക് പ്രത്യക്ഷനാകുന്ന ദൈവം തന്റെ വചനത്തിലൂടെ നിന്നെ ശക്തീകരിച്ച് തന്റെ ആത്മാവിനാൽ നിറച്ച് അതേ ജയകരമായ ജീവിതം നയിപ്പാൻ ഉദകമാറ് നിന്നെ മുൻപോട്ട് നയിപ്പാൻ ദൈവശക്തനാണ്. ഇന്ന് രാത്രിയിലും അതേ വചനം കേൾക്കുന്ന നിന്റെ മേൽ അവന്റെ ആത്മാവിന്റെ ശക്തിയെ പകരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിനെ പോലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദൈവസന്നിധിയിൽ ആമേൻ ലോത്ത് പാർക്കുന്ന പട്ടണം നശിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ഇടിവിൽ നിന്ന് കരയുവാൻ അതേ സമർപ്പിക്കപ്പെട്ട അതേ അബ്രഹാമിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടിയായി അതേ ദൂതന്മാരെ ഇറക്കി അവസരം കൊടുത്തു. എന്നാൽ ആമേൻ അതേ കാഴ്ചപ്പാടില്ലാത്ത ആമേൻ ഭാര്യ ഉപ്പുതൂണായി പോയി. ഇന്ന് രാത്രി ഭാര്യമാർ കാഴ്ചപ്പാടുള്ളവരല്ലെങ്കിൽ തലമുറ കൈവിട്ടു പോകും, തകർന്നു പോകും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കും ആമേൻ തലമുറയുടെ നിലനിൽപ്പിനും ആമേൻ അമ്മമാർ സഹോദരിമാർ അതേ ഹന്നയെ പോലെ കരയുവാൻ തയ്യാറാകട്ടെ. കണ്ണുനീരിനെ മറികടക്കാത്ത ഹന്നയുടെ ദൈവം അവിടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറ ദാൻ മുതൽ ബേർശേബ വരെ അനേകരെ അഭിഷേകം ചെയ്ത് അതേ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് കാണുവാൻ ആ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിച്ചു. അല്പനേരം കരയേണ്ടി വന്നെങ്കിൽ അല്പനേരം നിന്ന് സഹിക്കേണ്ടി വന്നെങ്കിലും അവളെ പോലെ ഭാഗ്യവതിയായി ആ കാലത്ത് ജീവിച്ച വേറൊരാളെ കാണാനില്ല. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ നിന്നെ പോലെ ഒരു ഭാഗ്യവതിയായ മറ്റൊരാളെ കാണാത്ത വിധത്തിൽ ദൈവം നിന്നെ മാനിക്കുവാൻ, ദൈവം നിന്നെ ഉയർത്തുവാൻ ശക്തിയുള്ള ദൈവമാ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. നിന്റെ തലമുറ നശിച്ചു പോകുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ ഈ നവോമി ആമേൻ നൊന്തു പ്രസവിച്ച ആമേൻ തന്റെ 2 മക്കളുമായി ആമേൻ അതെ തന്റെ ഭർത്താവുമായി എത്തപ്പെട്ട ദേശത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അനന്തരം ലോത്ത് സോർ വിട്ടുപോയി. അവനും അവന്റെ 2 പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു. സോവരിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു. അവനും അവന്റെ 2 പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് ഇന്നലെ രാത്രി നമ്മൾ കേട്ടല്ലോ. ഇത് ആരോടാ ദൈവം പറഞ്ഞത്? ഇന്ന് പകല് നമ്മൾ കേട്ടല്ലോ. ഇത് ആരോടാ ദൈവം പറഞ്ഞത്? അനുസരണം കേട്ട് ദുഷ്ടത പ്രവർത്തിച്ച് നടക്കുന്നവരോടല്ല, ദൈവഭയമുള്ളവരോടാ. അമ്മ ഇന്ന് രാത്രി ദൈവത്തെ വിശ്വസിച്ച് ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ളതാ ആ വചനം. ലോകപ്രകാരം ജീവിക്കുന്നവർക്കുള്ളതല്ല. ആമേൻ. എന്നാൽ അബ്രഹാമിനോട് വഴക്കിട്ട് പോയ ലോത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ശേഷിക്കുന്ന 2 ആമേൻ അതേ ആമക്കളുമായി ഹല്ലേലൂയ അതെ ജീവിച്ച നവോമിയെ പോലെ ഇപ്പോഴിതാ അനുസരണം കെട്ട് വഴക്കിട്ട് പോയ ആമേൻ ലോത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ശേഷിച്ചത് 2 പെമ്മക്കളാ. നവോമിക്ക് 2 ആമക്കളാ ശേഷിച്ചതെങ്കിൽ ലോത്തിന് ശേഷിച്ചത് ആമേൻ 2 പെമ്മക്കളാ. സ്തോത്രം. ആ പെമ്മക്കളുമായി അവൻ താമസിക്കുവാൻ ചെന്നെടുത്ത് ഭയം. ഇന്ന് രാത്രിയിലും മക്കളുമായി താമസിക്കുന്ന രാജ്യത്ത്, ദേശത്ത്, വീട്ടില് ഭയത്തോടാണ് നീ ഇരിക്കുന്നത്. ഭയപ്പെടേണ്ട. ലോക അവസാനത്തോടെ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിനെ വിശ്വസിച്ചിട്ടും നിന്റെ ഭയം മാറുന്നില്ലേ? ആമേൻ. എന്തോ കുഴപ്പമുണ്ടെന്ന് ഇന്ന് രാത്രി ആ കുഴപ്പത്തെ ആമേൻ കണ്ടുപിടിച്ച് അതിനെ പുറത്താക്കി ആമേൻ അത് വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല അപ്പാ പിതാവിനെ വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ഞാനും ചെയ്യൂ. അതേ ഭയപ്പെടാതെ മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ എന്നെ ഇന്നെ ശക്തീകരിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ മാത്രം കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ സോവരിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു. അവനും അവന്റെ 2 പുത്രിമാരും ഒരു ഗുഹയിൽ എന്ത് ചെയ്തു? പാർത്തു.
ഹല്ലേലൂയ. ഓ, ഗുഹയെന്നൊക്കെ പറയുമ്പോ ഭയങ്കര സെറ്റപ്പ് സുരക്ഷിതമാണെന്ന് വിചാരിച്ച് ആമേൻ ശ്രദ്ധിച്ചേ. ആമേൻ അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവനോട് ആമേൻ നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു, മക്കള് വളർന്നേ അവര് ബുദ്ധിപരമായി ഭയങ്കര ആമേൻ കാൽക്കുലേഷൻ ചെയ്യുന്നവരാ. ഇന്നത്തെ തലമുറ അങ്ങനല്ലേ? അപ്പനോളം വളർന്ന അമ്മയോളം വളർന്ന പിന്നെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങും. ആമേൻ പിശാച് കയറി പ്രവർത്തിക്കുന്ന മേഖലയാണ് ബുദ്ധി. ആമേൻ നിന്റെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല, ആത്മാവിന് നിരക്കുന്നത് ചെയ്യുവാൻ നീ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ മാളിക മുറിക്കകത്ത് ഇരുന്ന ആമേൻ അഭിഷക്തന്മാരുടെ മേൽ ഇറങ്ങിയ ആത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ അസാധാരണമായ മനുഷ്യനായി നീ പോകുന്നിടത്ത് ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടും. അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി നിന്റെ നിരം തട്ടുന്നവർ സൗഖ്യമാകത്തക്ക വിധത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പക്ഷേ അവർ പാർത്തിരുന്ന ഭവനത്തിൽ മക്കൾ ബുദ്ധിപരമായി ഒത്തിരി നോളജൊക്കെ ഉള്ളവരായിരുന്നത് കൊണ്ട് ആമേൻ അപ്പനെക്കാട്ടിലും പഠിച്ചു കേട്ടോ, അമ്മയെക്കാട്ടിലും പഠിച്ചു കേട്ടോ. മക്കളെ, അപ്പന് ഇച്ചിരി വിദ്യാഭ്യാസം കുറഞ്ഞത് കൊണ്ട്, അമ്മയ്ക്ക് ഇച്ചിരി വിദ്യാഭ്യാസം കുറഞ്ഞത് കൊണ്ട് അപ്പനെ കളിപ്പിക്കാന്ന് വിചാരിക്കേണ്ട, അമ്മയെ കളിപ്പിക്കാന്ന് വിചാരിക്കേണ്ട. ആത്മാവിൽ അതേ മുഴങ്കാൽ മടക്കുന്ന അപ്പൻ അമ്മ അതേ കണ്ണുനീരൊഴുക്കുന്നത് വൃഥാവാകത്തില്ല. നോക്കണേ, അബ്രഹാമിന്റെ പ്രാർത്ഥന നിമിത്തം ലോത്ത് രക്ഷപ്പെട്ടു. ആമേൻ ഭാര്യ ആമേൻ അതെ ഉപ്പുതൂണായി പോയി. എന്നാൽ ഉണ്ടായ 2 പെൺമക്കളുമായി ചെന്ന് പാർക്കുന്നിടത്ത് ഭയമാ. അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ അപ്പൻ അത് ഉറങ്ങാൻ തുടങ്ങിയപ്പോ ആമേൻ മക്കള് പറയുക, ആമേൻ വരിക. ഭൂമിയിൽ എല്ലായിടമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനും ഇല്ല. മഹാമാരിയാ കേട്ടോ. ആമേൻ എല്ലാവരും ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാ, മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ നോക്കണേ, അക്കാലത്ത് 2 പെമ്മക്കൾ ആമേൻ അതേ തമ്മില് സംസാരിച്ച വിഷയം എന്താ? ഭൂമിയിൽ എല്ലായിടമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല. എന്തോ പറ്റി? എവിടെ പോയി? എല്ലാം നശിച്ചെന്ന്. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ എന്ത് ചെയ്യാ? മരണഭീതിയാ. പെൺമക്കള് പ്രായപൂർത്തിയായി നിൽക്കുകയാ. കല്യാണമൊക്കെ ആലോചിച്ചു. ആമേൻ അതെ കൊറോണ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയവാ. നോക്കിക്കേ, ആമേൻ വരിക. അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. നോക്കണേ, ലോകത്തിൽ എവിടെയും നിരക്കാത്ത കാര്യം, ദൈവം മുമ്പാകെ നിരക്കാത്ത കാര്യം, സ്വന്തം മക്കളുടെ ബുദ്ധിക്കകത്ത് പിശാച് കൊണ്ടുവന്ന ചിന്തയുമായി അവർ സഹകരിച്ച് സ്വന്തം അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു, മദ്യം കുടിപ്പിച്ചു. അപ്പനും അമ്മയും മക്കളും ഇരുന്ന് മദ്യപിക്കുന്ന എത്രയോ വീടുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്തിന്? നമ്മുടെ ചുറ്റുപാടുകൊണ്ട്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊടുത്ത് ബിവറേജിൽ പോയി അത് മേടിച്ചോണ്ട് വന്നിട്ട് അപ്പനും മക്കളും കൂടി ഇരുന്ന് കുടിക്കുന്ന കുടുംബമാണ് നിന്റെ കുടുംബമെങ്കിൽ തകർന്നെന്ന്, നശിച്ചെന്ന്. അങ്ങനെ നശിച്ച ഒരു കുടുംബത്തിന്റെ ഹിസ്റ്ററിയാണ് ഇന്ന് രാത്രി ലൈവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ മൂത്തവൾ ഒരു ആമേൻ വരിക, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മദ്യമകത്ത് ചെന്ന് കഴിഞ്ഞാൽ സുബോധം നഷ്ടപ്പെട്ടു ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യും. അതുകൊണ്ടാ മദ്യപാനം വേണ്ട എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അതപ്പതിച്ചു പോയ കുടുംബത്തിന്റെ ചരിത്രത്തെ സത്യവേദ പുസ്തകത്തിനകത്ത് എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? പ്രിയ സ്നേഹിത, ആമേൻ ദൈവവുമായിട്ട് അടുക്കാനുള്ള ഒരുപാട് അവസരം ആമേൻ നിനക്ക് ദൈവം നൽകി തന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, അബ്രഹാമിന്റെ കൂടെ ആയിരുന്ന സമയത്ത് വളർത്തേണ്ട അപ്പം മരിച്ചുപോയെന്ന്, അമ്മ മരിച്ചുപോയെന്ന്. എന്നാലും സ്വന്തത്തിലുള്ള ആമേൻ അപ്പന്റെ ചേട്ടൻ വളർത്തി വലുതാക്കി. അപ്പന്റെ ചേട്ടൻ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാനുള്ള ആമേൻ സാഹചര്യങ്ങൾ അവൻ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്ന അപ്പന്റെ ചേട്ടനുമായിട്ട് അടിയുണ്ടാക്കി, വഴക്കുണ്ടാക്കി. ആമേൻ നീരോട്ടമുള്ളത് നോക്കിപ്പോയവന് പെണ്ണ് കിട്ടാതിരുന്നില്ല, പെണ്ണ് കിട്ടി. മക്കളെ കിട്ടാതിരുന്നില്ല, മക്കളെ കെട്ടി. പക്ഷെ അധികം കാലം ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പറ്റി
പറ്റിയില്ല. ഭാര്യ ഉപ്പുതൂണായി. കാരണം വെട്ടിപ്പിടിച്ചതിനെ തിരിഞ്ഞു നോക്കിയതാ. ഹല്ലേലൂയ. എന്നാൽ അതെ വഴിവിട്ട ജീവിതത്തിന്, ആമേൻ, അതപ്പതിച്ച ജീവിതത്തിന്, ആമേൻ, അതെ അവസരം ഒരുക്കി കൊടുത്ത കാഴ്ചപ്പാടില്ലാത്ത അപ്പന്റെ ജീവിതം കൊണ്ട് സ്വന്തം അപ്പനാൽ ജനിച്ച തലമുറയുമായി, ഹല്ലേലൂയ, അതെ മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് മോവാബ് എന്ന് പേരിട്ടു. ആമേൻ. നോക്കണേ, നമ്മൾ രൂത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആമേൻ. നവോമി അതെ പരദേശിയായി പോയ ദേശത്തെ കുറിച്ചാണ് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അതെ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ ഭർത്താവുമായി ആമക്കളുമായി അതെ ചേക്കേറി പോയത് മോവാബിലേക്കാ. ഹല്ലേലൂയ. അതെ മോവാബിൽ ചെന്നപ്പോൾ സംഭവിച്ചത് എന്താ? ഭർത്താവ് നഷ്ടപ്പെട്ടു. ആമേൻ. അടുത്തത് 2 മരുമക്കളെ കിട്ടി കേട്ടോ. ഒരുത്തിയുടെ പേര് ഓർപ്പാണ്, മറ്റവരുടെ പേര് രൂത്ത് എന്ന്. പക്ഷേ അധികം നാൾ ജീവിക്കാൻ പറ്റിയില്ല. 2 ആമക്കളും മരിച്ചു. ഭർത്താവും മരണപ്പെട്ടു, 2 ആമക്കളും മരണപ്പെട്ടു. നോക്കിക്കേ, കഷ്ടവും വേദനയും നഷ്ടവും പേറി കഴിയേണ്ട ഗതികേട് വന്ന നവോമിയെ പോലെ ഇന്ന് രാത്രി നഷ്ടത്തിന്റെ കണക്കും പേറിയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ. നവോമിക്ക് ദൈവത്തെ അറിയാം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ലഭിക്കുമെന്നറിയാം. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഒരു ക്ഷാമം വന്നപ്പോ, ഒരു കഠിനമായ ക്ഷാമം വന്നപ്പോ അവൾ പോകാൻ പാടില്ലാത്തിടത്തേക്ക് അവൾ പോയത് കൊണ്ട് ആമേൻ അവളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ ലിസ്റ്റുകളാ. ഇന്ന് രാത്രി ദൈവത്തെ അറിഞ്ഞിട്ട് കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണെങ്കിൽ ഇന്ന് രാത്രി കം ബാക്ക്, മടങ്ങി വരുക. ദൈവം ഒരു അവസരം നിന്റെ ജീവിതത്തിൽ ഒരുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, ലോത്ത് തന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ആമേൻ. തന്റെ മക്കളാൽ, ഹല്ലേലൂയ, തലമുറകൾ ആമേൻ അതെ തന്നിലൂടെ ഉണ്ടാകത്തക്ക വിധത്തിൽ വീഞ്ഞു കുടിപ്പിച്ച് മതോമർത്ഥനാക്കി. അപ്പൻ അറിയാതെ അപ്പന്റെ തലമുറകൾ സ്വന്തം പുത്രിമാരിലൂടെ പുറത്തു വന്നു. മൂത്തവളിലൂടെ പുറത്തു വന്ന തലമുറ നിമിത്തം സ്ഥാപിക്കപ്പെട്ട ആമേൻ ഒരു വംശരാണ് മോവാബ്യര്. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് മോവാബ് എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള മോവാബ്യർക്ക് പിതാവ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 37-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. എന്നാൽ ആവർത്തന പുസ്തകം, നിയമാവർത്തന പുസ്തകം, ഹോരേബിൽ വെന്തുപോകാതെ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ് കണ്ട് മോശേ എന്ന് വിളിച്ച വിളി കേട്ട് അടുത്ത് ചെന്ന സ്വർഗത്തിലെ ദൈവം മോശയെ ആമേൻ ഇസ്രായേൽ ജനത്തിന്റെ നേതാവാക്കി ആമേൻ അവനെ മുമ്പോട്ട് നയിക്കുമ്പോൾ അതെ കേറി വരിക. കേറി ചെന്നപ്പോൾ എഴുതി കൊടുത്ത പ്രമാണമായി ഇറങ്ങി വന്ന് ജനവുമായി മുമ്പോട്ട് പോകുമ്പോൾ അനുസരണക്കേട് കാണിക്കുന്ന അതെ ജനത്തിന് ആവർത്തിച്ച് എഴുതി കൊടുത്ത ആവർത്തന പുസ്തകം, നിയമാവർത്തന പുസ്തകം 23-ന്റെ ഇങ്ങനെ വായിക്കുന്നു: ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നോക്കണമേ, ദൈവസഭയിലേക്ക് പ്രവേശിക്കുവാൻ അയോഗ്യരായി ദൈവം മാറ്റി നിർത്തിയിരിക്കുന്ന കൂട്ടരത്രേ മോവാബ്യര്. സ്തോത്രം. അങ്ങനെ ആ മോവാബ്യരാകാൻ കാരണം അവരുടെ ഉത്ഭവത്തെ കുറിച്ച് ആമേൻ, അവരുടെ ആ ജീവിതത്തെ കുറിച്ച് ആമേൻ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി അതെ ദൈവം വെറുക്കുന്നതിനെ വെറുക്കാൻ തയ്യാറായിക്കൊള്ളുക, ദൈവം അകറ്റുന്നതിനെ അകറ്റുവാൻ തയ്യാറായിക്കൊള്ളുക. ആമേൻ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, ആമേൻ, അതെ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ദൈവം വെറുക്കുന്നതിനെ വെറുത്ത് ദൈവവുമായി അഭേദ്യ ബന്ധത്തിൽ ജീവിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിത്യത നിനക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരുപക്ഷെ നിനക്ക് ഭാര്യയെ കിട്ടും, മക്കളെ കിട്ടും, ആമേൻ, അതെ ലോകത്തിൽ പലതും നിനക്ക് വെട്ടിപ്പിടിക്കാൻ പറ്റും. പക്ഷെ ഇതും കൊണ്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നിത്യത നിനക്ക് നഷ്ടമാകും. ഹല്ലേലൂയ. അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ എന്ത് ചെയ്യരുത്? പ്രവേശിക്കരുത്. പിന്നെ മഹളോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രിമാരും ഭർത്താവും കഴിഞ്ഞിട്ട് സ്ത്രീ മാത്രം ശേഷിച്ചു. ആമേൻ. നോക്കിക്കേ, തക്കതായ തുണയെ നൽകി കൊടുക്കുമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം തക്കതായ തുണയെ കൊടുത്തതാ. ആമേൻ. അവർ ഇരുവരും ഒരുമിച്ച് ജീവിച്ചപ്പോൾ മക്കൾ ഉണ്ടായതാ. പക്ഷേ ജീവിതത്തിൽ ചില മേഖലകളിൽ കഷ്ടത വന്നപ്പോൾ, ക്ഷാമം വന്നപ്പോൾ ആ ദൈവ സാന്നിധ്യം ഉള്ളെടുത്തുനിന്ന് ഇറങ്ങിപ്പോയത് കൊടിയ നഷ്ടത്തിലേക്കാണ്. ഇന്ന് രാത്രി നഷ്ടത്തിന്റെ കണക്കും പേറിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദൈവ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം.
ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ അവിടെ എത്തപ്പെട്ടു. അവൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം സംഭവിച്ചു. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താൻ ആമേൻ അവൾ തയ്യാറായില്ല. ആവർത്തന പുസ്തകം 11:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. ആമേൻ. ആമേൻ. ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആമക്കൾ നഷ്ടപ്പെട്ടു, സ്ത്രീ മാത്രം ശേഷിച്ചു. ആമേൻ. സ്ത്രീ മാത്രമല്ല കേട്ടോ, ആമേൻ, 10ാം തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിക്കരുതെന്ന് വിധി കൽപ്പിച്ച ദേശത്ത് നിന്ന് 2 മരുമക്കളെ അവൾ കൂടെ കൂട്ടി. ഇപ്പോൾ അവൾ മാത്രമല്ല, അവളുടെ കൂടെ 2 മരുമക്കളുമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഒരുവൾ ആമേൻ അവൻ നവോമിയെ ചുംബിച്ച് വിട്ടു പിരിഞ്ഞു. ആമേൻ. എന്നാൽ രൂത്ത് പറഞ്ഞ വാക്യമാണ്, ആമേൻ, രൂത്തിന്റെ തീരുമാനമാണ് നമ്മൾ കുറുവാക്യമായി വായിക്കുവാൻ തക്കൊണ്ടും ഇടയായിത്തീരുന്നത്. മത്തായി സുവിശേഷം 10:39 ഇങ്ങനെ കാണുന്നു: തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഹല്ലേലൂയ. ഇങ്ങനെ ബോവസ് രൂത്തിനെ എന്ത് ചെയ്യാണ്? പരിഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ രൂത്തിന് ഒരു ബോവസ് എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതായിട്ടാണ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുന്നത്. സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിച്ചു പോകുകയാ. ആമേൻ. അതെ, എങ്ങനെയാണ് ഈ ബോവസിനെ രൂത്തിന് അത് വീണ്ടും ഭർത്താവായി ജീവിതത്തിൽ ലഭിക്കുന്നത്? എങ്ങനെയാണ് ഈ രൂത്തുമായിട്ടുള്ള ജീവിതത്തിൽ അടുത്തൊരു തലമുറയുണ്ടാകുന്നത്? അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി. അവൾ ഒരു മകനെ പ്രസവിച്ചു. 10ാം തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിക്കരുതെന്ന് വിധി ഉള്ള ആ പെൺകുട്ടി, ആ കാറ്റഗറിയിൽപ്പെട്ട, ആ കുടുംബത്തിൽ പറഞ്ഞ, ആ തറവാട്ടിൽ പറഞ്ഞ ഈ രൂത്ത് എങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി? ഹല്ലേലൂയ. എന്നാലേ സ്ത്രീകൾ നവോമിയോട് ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന്റെ പേര് ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. ഹല്ലേലൂയ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നോക്കണമേ, ഭർത്താവ് നഷ്ടപ്പെട്ട്, 2 ആമക്കൾ നഷ്ടപ്പെട്ട്, ആമേൻ, നവോമിയോട് ആമേൻ സ്ത്രീകൾ വന്നിട്ട് പറയുകയാണ്: നീ ആരാ? ഭാഗ്യവതിയാ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാ. ആമേൻ. നീ ആമേൻ ദൈവത്താൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവളായി. എങ്ങനെയാണ് നവോമി ഈ നിലയിലേക്ക് മാറി വരുവാൻ ഇടയായി തീർന്നത്? ഹല്ലേലൂയ. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവൻ ഓബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഈശായുടെ അപ്പൻ ഇവൻ തന്നെ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ, രൂത്ത് നിമിത്തം, ഹല്ലേലൂയ, ആമേൻ, അതെ, ബോവസിലൂടെ ആമേൻ ഒരു തലമുറ പുറത്തു വരുന്നു. അത് ദാവീദിന്റെ അപ്പനായ ഓബേദ് അവളിൽ നിന്ന് ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ കൃപ അവളുടെ മേൽ വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? ആമേൻ. ഈ കൃപ അവൾക്ക് എങ്ങനെയാണ് ലഭിക്കുവാൻ ഇടയായി തീർന്നത്? ഒരു യോഗ്യതയുമില്ലാതിരിക്കുന്ന ആമേൻ രൂത്തിന് ഈ ഒരു ഭാഗ്യകരമായ അനുഭവം ഉണ്ടായത് എങ്ങനെയാണ്? ഇന്ന് രാത്രി നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും വേദനയിലൂടെയും നോക്കണമേ, അതെ, രൂത്ത് ജനിച്ചത് ആമേൻ ശപിക്കപ്പെട്ട, ദൈവം പോലും വെറുക്കുന്ന, ആമേൻ ദൈവസഭയിലേക്ക് കയറി വരുവാൻ യോഗ്യതയില്ലാത്ത ഒരു കുടുംബത്തിനായിരുന്നു. എന്നാൽ അത് യോഗ്യതയില്ലാത്തവളെ യോഗ്യതയുള്ളവനാക്കി തീർത്ത ഒരു ബോവസിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുക. ഇന്ന് രാത്രി കുടുംബത്തിന്റെ പശ്ചാത്തലം നോക്കിയ ഒരുപക്ഷെ ആരും നിന്നെ ചേർക്കത്തില്ലായിരിക്കാം, ആരും നിന്നെ കൈപിടിച്ച് ചേർത്ത് നിർത്തത്തില്ലായിരിക്കാം, ആമേൻ ദൈവസഭയിൽ അതെ അംഗമാകുവാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ കരുണാമയൻ കർത്താവ് തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നിന്നോട് കരുണ കാട്ടി, ആമേൻ, അതെ, രക്ഷിക്കപ്പെട്ട് ദൈവമൈതലായി മാറുവാൻ ദൈവം നിനക്ക് അവസരം നൽകിയെങ്കിൽ അതെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ, രൂത്ത് പറഞ്ഞു, നിന്നെ ഉപേക്ഷിക്കരുതെന്നും നിന്നെ അനുഗമിക്കരുതെന്നും എന്നോട് അപേക്ഷിക്കരുതേ. ഹല്ലേലൂയ. നീ പോകുന്നിടത്തേക്ക് ഞാനും പോകും, നീ താമസിക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവമായ
നിന്റെ ദൈവമായ എന്റെ ദൈവവും ആമേൻ ഹല്ലേലൂയ. അതെ, നിന്റെ കർത്താവായ ആമേൻ ദൈവം, ആമേൻ എന്റെ ദൈവം. നീ എവിടെ മരിക്കുവോ അവിടെ ഞാൻ മരിക്കും, നീ എവിടെ പോകുമോ ഞാൻ അവിടെ പോകും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് രൂത്ത് എത്താൻ കാരണം എന്താണെന്നറിയാമോ? ഈ കഷ്ടവും ഈ നഷ്ടവും ഈ വേദനയൊക്കെ ആമേൻ അതെ നവോമിയുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കുമ്പോഴും അവൾ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ചില കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ ഒക്കെ ജീവിതത്തിൽ അടിക്കടി വന്നെങ്കിലും അതെ നീ തകർന്നു പോകാതിരിക്കുന്നത് ആമേൻ അതെ ദൈവം പകർന്നിരിക്കുന്ന ആ വചനമുണ്ടല്ലോ, ആ അഭിഷേകമുണ്ടല്ലോ, അത് നഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നോക്കുക, രൂത്തിന്റെയും അവളുടെ അമ്മയുടെയും ഹല്ലേലൂയ അമ്മയായ നവോമിയുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥമായ ഒരു സ്നേഹമാണ്. ഹല്ലേലൂയ. അമ്മായിമയിൽ നിന്ന് ലഭിച്ച സ്നേഹം രൂത്ത് എന്ത് ചെയ്യാണ്? പ്രതിഫലിപ്പിക്കുകയാണ്. അവളെയും ദൈവത്തെയും ആമേൻ എന്നേക്കും ഹല്ലേലൂയ സേവിക്കുമെന്ന് അവൾ പ്രതിജ്ഞ എടുക്കുകയാണ്. ഹല്ലേലൂയ. അമ്മായിമ്മമാര് മരുമക്കളുമായിട്ടുള്ള ഇടപാട് എങ്ങനെയാണ്? ആമേൻ ദൈവ ആമേൻ കണക്ഷനുള്ള നവോമിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും ആമേൻ ആമക്കൾ നഷ്ടപ്പെട്ടിട്ടും അവളിലൂടെ ദൈവസ്നേഹം പ്രകടമായതായിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ ദൈവം ഈ വിശുദ്ധ ബന്ധം കണ്ട് രൂത്തിന്റെ വംശത്തിലൂടെ ആമേൻ യേശു ക്രിസ്തുവിനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു, ഈശായി ദാവീദിനെ ജനിപ്പിച്ചു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ശലോമോൻ രാഗവിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു. ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് വളർത്തപ്പെട്ട് ആമേൻ അതെ ലോകം മുഴുവൻ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായി തീർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന ആമേൻ ആ പാരമ്പര്യം ആമേൻ മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വംശാവലി എടുത്ത് പഠിക്കുമ്പോൾ മത്തായി സുവിശേഷം 1:5 കാണുന്നത് രൂത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ മൂത്തമ്മയായി അതെ മാറിയിരിക്കുന്നതായിട്ട്. ഹല്ലേലൂയ. ദൈവസഭയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന രൂത്ത് എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ എത്തപ്പെട്ടത്? ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കൃപ അനുഭവിക്കുന്ന ആരെങ്കിലും ആമേൻ ഈ ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആ കടമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് ആമേൻ നിന്റെ കുലം നോക്കിയാൽ, നിന്റെ പാരമ്പര്യം നോക്കിയാൽ, ആമേൻ നിന്റേതായ സമസ്ത മേഖലകളെ നോക്കിയാൽ ആമേൻ ഇവിടെ വരെ എത്തുവാൻ അതേ സാധിക്കത്തില്ല. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുന്നത്. സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം വീണ്ടും ജനിക്കുകയാണെങ്കിൽ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ആളുകളെ സ്നേഹിക്കുന്നതിലും അവരെ സേവിക്കുന്നതിലും അത് പ്രകടിപ്പിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആമേൻ അതെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതം കണ്ടു വേണം അനേകര് ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ. അത് റോമാലേഖനം 5:5 ഇങ്ങനെയാ വായിക്കുന്നത്: പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രത്യാശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? ഭംഗം വരുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. നാം ആളുകളെ സ്നേഹിക്കുകയും അവരെ സേവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ആമേൻ വിശ്വസിക്കുന്നത് അവർക്ക് എളുപ്പമാകുന്നു. കാരണം നാം പ്രസംഗിക്കുന്നത് അവർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ അവരുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങും. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് അതേ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ പരിവർത്തിച്ചു കഴിയുമ്പോൾ അവർ പാപ സ്വഭാവം ഉപേക്ഷിച്ച് ആമേൻ ദൈവ പൈതലായി ജീവിക്കുവാൻ തീരുമാനമെടുക്കും. അതാണ് നവോമിയുടെ ജീവിതത്തിലൂടെ രൂത്ത് ആമേൻ മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. 1-ാം
അധ്യായം അതിന്റെ 16-ാം വാക്യം അത് രൂത്തിനെ കുറിച്ചും നവോമിയെ കുറിച്ചും അത് വളരെ വ്യക്തമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവളുടെ അമ്മായിമ്മയുമായി നവോമിയുടെ ആമേൻ അതെ നിസ്വാർത്ഥമായ വിശ്വസ്തതയും ആമേൻ അതെ സ്നേഹവും നമുക്ക് അവിടെ പ്രകടമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവൾ ആരാധിക്കുന്ന എന്ന് പറഞ്ഞാൽ നവോമി ആരാധിക്കുന്ന ദൈവത്തിലേക്ക് അവൾ ആകർഷിക്കപ്പെടുകയാണ്. നവോമിക്ക് ഒപ്പം അജ്ഞാതമായ സ്ഥലത്തേക്ക് പോകുവാൻ എന്ന് പറഞ്ഞാൽ രൂത്തിന് യാതൊരു അറിവുമില്ല, യാതൊരു ഗ്രാഹ്യവുമില്ല ആമേൻ ആ നവോമി പോകുന്ന ദേശത്തെ കുറിച്ച്. ഹല്ലേലൂയ. അവളുടെ അമ്മായിമ്മയുമായി ആമേൻ അതെ വേർപിരിയാത്തൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ട് ആമേൻ ഭർത്താവ് നഷ്ടപ്പെട്ടെങ്കിലും ഹല്ലേലൂയ അതെ വിധവയായ തന്റെ അമ്മായിമ്മയുടെ കൂടെ വിധവയായി തന്നെ പോകുവാൻ ആഴമേറിയ സമർപ്പണം അവിടെ അകത്തുണ്ടാകാൻ കാരണം ആമേൻ ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ഒക്കെ സഹിച്ച നവോമി ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനമെടുത്ത് മടങ്ങിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു തീരുമാനമെടുത്ത് കർത്താവിന്റെ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ തയ്യാറായ നീ നിമിത്തം ആമേൻ അനേകര് ദൈവത്തിങ്കിലേക്ക് അതേ നിന്റെ തലമുറകൾ, നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ ചുറ്റുപാടുമുള്ളവർ മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ. നവോമിക്കൊപ്പം ആമേൻ അവൾ അറിയപ്പെടാത്ത ഒരു ദേശത്തേക്ക് എന്ത് ചെയ്യാണ് അതേ രൂത്ത് ജന്മനാടിനെയും അപ്പനെയും അമ്മയും ഒക്കെ വിട്ട് മറന്ന് പോരുവാൻ തയ്യാറാകുകയാണ്. ദൈവ പൈതലേ, നീ ഒരു തീരുമാനമെടുത്താൽ ചില ബന്ധങ്ങൾ ഉപേക്ഷിച്ച്, ചില പാപ പ്രവർത്തികൾ ഉപേക്ഷിച്ച്, ആമേൻ ചില കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് ആമേൻ ആ രൂത്തിനെ പോലെ നീ ആരാധിക്കുന്ന ദൈവത്തിലേക്ക് നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിലേക്ക് ചില കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് കടമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താക്കുക. ഹല്ലേലൂയ. ബോവസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും ദേശത്തെയും വിട്ട് മുമ്പ് അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നോക്കണമേ, ഒരു ബോവസ് രൂത്തിനെ കുറിച്ച് കേട്ടു. ആമേൻ അവൾ എടുത്തിരിക്കുന്ന തീരുമാനം, അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതേ ബോവസ് കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവിനോടുള്ള നമ്മുടെ മനോഭാവം ഹല്ലേലൂയ എങ്ങനായിരിക്കണം? ഹല്ലേലൂയ ആമേൻ എന്നതിന്റെ ഒരു രത്ന ചുരുക്കമാണ് രൂത്തിന്റെയും നവോമിയുടെയും ജീവിതത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. ആമേൻ. നോക്ക്, നല്ല ഒരു ബോവസ് ആമേൻ രൂത്തിനെ വീണ്ടെടുക്കുവാൻ അവിടെ തയ്യാറാകുന്നു. ഇവിടെ ഇതാ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ മാനവരാശി വീണ്ടെടുക്കുന്ന നല്ലൊരു ബോവസായ കർത്താവായ യേശു ക്രിസ്തു കടൽക്കരയിലൂടെ അതേ കടന്നു വരികയാണ്. സ്തോത്രം. അധ്വാനശീലരായ പത്രോസും ആമേൻ ശീമോൻ എന്നു പേരുള്ള പത്രോസും അവന്റെ സഹോദരനായ അന്ത്രയോസും അതിൽ മീൻ പിടിച്ച് കടലിൽ വല വീശുന്നത് കാണുകയാണ്. ഇന്ന് രാത്രി വളരെ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന നിന്നെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ആമേൻ, എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. അതെ, മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അടുത്ത് ചെന്നിട്ട് അതെ നല്ല ബോവസായ കർത്താവ് മാനസാന്തര പ്രസംഗം നടത്തിയെന്ന്, ആ മാനസാന്തര പ്രസംഗം കഴിഞ്ഞിട്ട് അതെ എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞു. ആരോട്? പത്രോസിനോട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നവോമിയെ പോലെ അതെ നഷ്ടത്തിന്റെ കണക്കും പേറി ജീവിക്കുന്നവനാണോ? അതെ രൂത്തിനെ പോലെ അതെ യോഗ്യതയില്ലാത്തവളാണോ? അതെ ജീവിച്ചാരംഭിച്ചപ്പോ ഭർത്താവ് നഷ്ടപ്പെട്ട് വിധവയായി ജീവിക്കേണ്ട അവസ്ഥ വന്നോ? എന്തായിരുന്നാലും ഇന്ന് രാത്രി കടൽക്കരയിൽ അധ്വാനിച്ച പത്രോസിനെയും അന്ത്രയോസിനെയും കണ്ടു വിളിച്ച കർത്താവ് ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ആ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചതാണ് സത്യം. നവോമിയെ പോലെ ഇന്ന്
കഷ്ടവും നഷ്ടവും കയറി കഴിയുന്ന അനുഭവമാണോ, ഒന്ന് മടങ്ങി വരാൻ തയ്യാറാകുക. ഹല്ലേലൂയ. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടുവെച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാതെ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവനെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട അവനെ അനുഗമിച്ചു. ഇന്ന് രാത്രി ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി വേർതിരിയപ്പെടുവാൻ ആ നല്ല ബോവസായ അതേ യേശു കർത്താവ് ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. ആമേൻ. അതേ ക്ഷാമം മാറി ദൈവം സന്ദർശിച്ചിരിക്കുന്നുവെന്ന് ആമേൻ നവോമിയുടെ കാതിൽ വാർത്ത കേട്ടപ്പോൾ, ആ ന്യൂസ് കേട്ടപ്പോൾ അവൾ മടങ്ങിപ്പോകുവാൻ തയ്യാറായതുകൊണ്ട് അയോഗ്യത മാത്രമുള്ള തലമുറയിൽ പിറക്കുവാൻ അതേ അവസരം കിട്ടിയ രൂത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ കയറി വരുവാൻ ഇടയായി തീർന്നത് അവളുടെ സ്നേഹമാണ്, അവളുടെ പ്രാർത്ഥനയാണ്. നവോമിയുടെ പ്രാർത്ഥനയും നവോമിയുടെ മടങ്ങി വരവും ആമേൻ അവളുടെ ദൈവത്തിങ്കിലേക്ക് രൂത്തിനെ അടുപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി കരയുന്ന മാതാവേ, നിന്റെ പ്രാർത്ഥന കൊണ്ട് അതെ നിന്റെ കണ്ണുനീർ മറുപടിയാ. അതെ ചില വ്യക്തി ജീവിതങ്ങൾ നിന്റെ തലമുറ നിന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അവർ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അത് ഓർപ്പ ചുംബിച്ച് അമ്മായിനെ വിട്ട് പിരിഞ്ഞു പോയതുപോലെ ഹല്ലേലൂയ പലരും പോയേക്കാം. ഹല്ലേലൂയ. എന്നാൽ രൂത്തിനെ പോലെ നീ നല്ല അംശം തെരഞ്ഞെടുത്ത് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും നിന്റെ ഭാവി ധന്യമായി തീരും, അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ ശാപം പൊട്ടും. ഹല്ലേലൂയ. നിന്റെ അതിന് വിസ്താരമാകും, നിന്റെ ബൗണ്ടറി പൊട്ടും. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, അവനോട് കൂടെ സഞ്ചരിച്ചില്ല. രൂത്ത് ആമേൻ നവോമിയോട് ചേർന്ന് വന്നു. ഓർപ്പ എന്ത് ചെയ്തു? പിന്മാറിപ്പോയി. ഇവിടെ ഇതാ യേശു കർത്താവ് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞപ്പോൾ അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് കൂടെ എന്ത് ചെയ്തില്ല? സഞ്ചരിച്ചില്ല. ഇന്നും അങ്ങനെയാണെന്നേ. ഉള്ളത് മുഖത്ത് നോക്കി പറഞ്ഞാൽ കൂടെ നിൽക്കാൻ തയ്യാറാകത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ശിമോൻ പത്രോസ് അവനോട് കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഹല്ലേലൂയ. നവോമിയോട് ചേർന്ന് നിൽക്കുക രൂത്ത് തയ്യാറായതുപോലെ അതേ പത്രോസ്, ശിമോൻ പത്രോസ് അവനോട് ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ ആ വചനമത്രേ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേ ദേശത്ത് ക്ഷാമം മാറി ദൈവം സന്ദർശിച്ചിരിക്കുന്നുവെന്നുള്ള ദൂത വാർത്ത ആ നഷ്ടത്തിന്റെയും കഷ്ടത്തിന്റെയും വേദനയുടെയും നടുവിലൂടെ കടന്നു പോകുന്ന നവോമിയുടെ കാതിലെത്തിയപ്പോൾ ഒരു നിമിഷം പോലും ആ ദേശത്ത് നിൽക്കുവാൻ തയ്യാറാകാതെ അവൾ മടങ്ങുവാൻ തയ്യാറായപ്പോൾ ശപിക്കപ്പെട്ട കുടുംബത്തിൽ പറഞ്ഞ രൂത്ത് ദൈവകൃപ പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മൂത്തമ്മയായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന നീ നിമിത്തം, മടങ്ങി വരുന്ന നീ നിമിത്തം ദേശത്ത് അനേകര് കൃപ പ്രാപിക്കാൻ പോകുകയാ, അനേകര് നിത്യതയ്ക്ക് അവകാശിയായി മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ ആമേൻ. രൂത്തിന്റെ പുസ്തകം 2:12 ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെയും എന്റെയും പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ സകല ഉപവാസികളുടെ വഴിയായി പോകുന്നു, നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കുക. ഹല്ലേലൂയ. ഭയപ്പെടാൻ അതെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം.
നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് രൂത്ത് എത്താൻ കാരണം ഹല്ലേലൂയ. അത് നാം വായിച്ചു കേട്ടു ആവർത്തന പുസ്തകത്തിനകത്ത് ആമേൻ എഴുതിയിരിക്കുന്നത് പോലെ, ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതെ, ഭർത്താവ് നഷ്ടപ്പെട്ട, ആ മക്കൾ നഷ്ടപ്പെട്ട ആമേൻ നവോമി തന്റെ മരുമക്കളോട് അതെ ഈ സത്യം പറയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. കൂടെ പറഞ്ഞേ സഹോദര സഹോദരി, മക്കൾക്ക് സത്യദൈവത്തിന്റെ വചനത്തെ ഉപദേശത്തെ കൈമാറി കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയാബന്ധം നവോമിയിലൂടെ ശപിക്കപ്പെട്ട കുടുംബത്തിൽ പിറന്ന അതേ രൂത്ത് അതേ ദൈവകൃപ പ്രാപിച്ച് ബോവസിന്റെ വയലിലെത്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മൂത്തമ്മയായി മാറുവാൻ ദൈവം അവസരമൊരുക്കിയേക്ക്. ഇന്ന് രാത്രി വചനം കേട്ട നിന്നിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സീസൺ ഇതാ വന്നിരിക്കുന്നു. കർത്താവിന്റെ വരവിന് മുമ്പ് ശേഷിക്കുന്ന കാലം കർത്താവിന് വേണ്ടി ശക്തമായി ഫലം കായ്ക്കുവാൻ ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്. പലരും പിന്മാറിപ്പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? കരുണയോട് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നൽകുക. ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചു. അവിടുത്തെ കൃപ കൊണ്ട് നിറച്ചാട്ട് ചേർന്നിരിക്കേണ്ടവർ ചേർന്നിരിക്കുവാൻ ഇടയാണ്. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണം. സ്വസ്ഥത നഷ്ടപ്പെട്ടവർക്ക് സ്വസ്ഥത കൊടുക്കണം. രോഗികളായി ഭാരപ്പെടുന്നവർ സൗഖ്യമാകണം. നിങ്ങളുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു അത്ഭുത വിഷയമാക്കി തീർത്താം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിൽ വചനം കേട്ട എല്ലാവർക്കും ക്രിസ്തുവേശുവുള്ള നന്ദി വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്, നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 9744703489 എന്ന നമ്പറിലേക്ക് റിക്വസ്റ്റ് അയക്കുക. ആമേൻ. അതെ, സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾക്കുണ്ട്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആ ചാനൽ കാണുവാൻ കഴിയും. ഞങ്ങളുടെ മെസ്സേജുകൾ അവൈലബിൾ ആണ്. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.